അപ്പം ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് പുതിയകാവ് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. നമുക്ക് നേരെ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ആകെ എത്ര ഉപനിഷത്തുണ്ട്? 108 ഉപനിഷത്തുകൾ. 108 ഉപനിഷത്തുകൾ. ഉപനിഷത്തുകൾ എത്രയാണ്? 108 108 ഉപനിഷത്ത്. അതുപോലെ 4 വേദങ്ങൾ കേട്ടോ, 4 വേദാസ്. അതുപോലെ തന്നെ 18 പുരാണങ്ങൾ. 18 പുരാണങ്ങൾ, 108 ഉപനിഷത്തുകൾ, അതുപോലെ തന്നെ 4 വേദങ്ങൾ. അതുപോലെ തന്നെ പറയുകയാണ് ഋഗ്വേദം എന്ന് പറയുന്നത് നമുക്കറിയാം, ലോകത്തിലെ ആദ്യത്തെ വേദമാണ്. ഏതാണ്? ഋഗ്വേദം. ഫസ്റ്റ് വേദ ഏതാണ്? ഋഗ്വേദ. ഫസ്റ്റ് വേദ ഏതാണ്? ഋഗ്വേദ. അതുപോലെ ലാർജസ്റ്റ് വേദ ഋഗ്വേദ, ലോകത്തിലെ ഏറ്റവും വലിയ വേദവും. അതുപോലെ തന്നെ ആദ്യത്തെ വേദവും ഏത് തന്നെയാണ്? ഋഗ്വേദം തന്നെയാണ്. ഋഗ്വേദം എഴുതിയത് ആര്? ഋഗ്വേദം എഴുതിയത് ആരാണ്? ഋഗ്വേദം വാസ് റിട്ടൺ ബൈ ആര്യൻസ്. ഋഗ്വേദം എഴുതിയതാരാണ്? ആര്യന്മാരാണ്. ഗായത്രി മന്ത്രം എടുത്തിരിക്കുന്ന എവിടുന്നാണ്? ഗായത്രി മന്ത്രം എടുത്തിരിക്കുന്നത് എവിടുന്നാണ്? ഋഗ്വേദത്തിൽ നിന്നാണ്. ഗായത്രി മന്ത്ര വാസ് ടേക്കൺ ഫ്രം ഋഗ്വേദ. ഋഗ്വേദത്തിൽ നിന്നാണ് ഗായത്രി മന്ത്രം എടുത്തിരിക്കുന്നത്. ഗായത്രി മന്ത്രം എഴുതിയത് ആരാണ്? ഗായത്രി മന്ത്ര വാസ് റിട്ടൺ ബൈ വിശ്വാമിത്ര. വിശ്വാമിത്ര മഹർഷിയാണ് ഗായത്രി മന്ത്രം എഴുതിയത്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ആയുർവേദം രൂപം കൊണ്ടിരിക്കുന്ന വേദം ഏതാണ്? ആയുർവേദം രൂപം കൊണ്ടിരിക്കുന്ന വേദം ഏതാണ്? അഥർവ വേദമാണ്. ഏതാണ്? അഥർവ വേദമാണ്. ആയുർവേദ വാസ് derived from അഥർവവേദ. അഥർവവേദത്തിൽ നിന്നുമാണ് ആയുർവേദം രൂപം കൊണ്ടിരിക്കുന്നത്. അതുപോലെ പറയുകയാണെങ്കിൽ അഥർവവേദം ഏതു പേരിലറിയപ്പെടുന്നു? അഥർവവേദം ഒരു പേരിലറിയപ്പെടുന്നു, ബുക്ക് ഓഫ് ബ്ലാക്ക് മാജിക് എന്നറിയപ്പെടുന്നു. അഥർവവേദ ഈസ് നോൺ ആസ് ബുക്ക് ഓഫ് ബ്ലാക്ക് മാജിക്. ബുക്ക് ഓഫ് ബ്ലാക്ക് മാജിക് എന്നറിയപ്പെടുന്നത് എന്തിനാണ്? അഥർവ വേദത്തെയാണ്. അതുപോലെ തന്നെ അഥർവവേദം എന്ന് പറഞ്ഞു. ആയുർവേദത്തിന്റെ പിതാവ് ആരാണ്? ആയുർവേദത്തിന്റെ പിതാവ് ആരാണ്? അത്രേയ മഹർഷിയാണ്. ഫാദർ ഓഫ് ആയുർവേദ. ആൻസർ അത്രേയ മഹർഷി. ഫാദർ ഓഫ് ആയുർവേദ. ആൻസർ അത്രേയ മഹർഷി. അതുപോലെ തന്നെ ഫാദർ ഓഫ് അലോപ്പതി ഹിപ്പോക്രാറ്റിസ് ആണ്. ഓർത്ത് വെച്ചുകൊള്ളുക. അലോപ്പതിയുടെ പിതാവ് എന്നുള്ളത് ഹിപ്പോക്രാറ്റിസ് ആണ്. അതുപോലെ തന്നെ ഹോമിയോപ്പതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? സാമുവൽ ഹനുമാൻ. ഫാദർ ഓഫ് ഹോമിയോപ്പതി. ആൻസർ സാമുവൽ ഹനുമാൻ. സാമുവൽ ഹനുമാനാണ് ഹോമിയോപ്പതിയുടെ പിതാവെന്ന് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ലോകാസമസ്ത സുഖിനോ ഭവന്തു എടുത്തിരിക്കുന്നത് എവിടുന്നാണ്? മനുസ്മൃതി. ലോകാസമസ്ത സുഖിനോ ഭവന്തു വാസ് ടേക്കൺ ഫ്രം മനുസ്മൃതി. മനുസ്മൃതി എഴുതിയതാരാണ്? മനുവാണ്. മനുസ്മൃതി വാസ് റിട്ടൺ ബൈ മനു. മനുവാണ് മനുസ്മൃതി എഴുതിയത്. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ഉപനിഷത്ത് ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ ഉപനിഷത്താണ് ബൃഹദാരണ്യകോപനിഷത്ത്. ലാർജസ്റ്റ് ഉപനിഷത്ത് ഓഫ് ദ വേൾഡ്. ആൻസർ ബൃഹദാരണ്യകോപനിഷത്ത്. അഹം ബ്രഹ്മാസ്മി എവിടെ നിന്ന് എടുത്തിരിക്കുന്നു? ബൃഹദാരണ്യകോപനിഷത്തിൽ നിന്നും എടുത്തിരിക്കുന്നു. അഹം ബ്രഹ്മാസ്മി വാസ് ടേക്കൺ ഫ്രം ബൃഹദാരണ്യകോപനിഷത്ത്. അഹം ബ്രഹ്മാസ്മി ബൃഹദാരണ്യകോപനിഷത്തിൽ നിന്നും എടുത്തിരിക്കുന്നു. അതുപോലെ സത്യമേവ ജയതേ എവിടെ നിന്ന് എടുത്തിരിക്കുന്നു? സത്യമേവ ജയതേ മുണ്ടകോപനിഷത്തിൽ നിന്നും എടുത്തിരിക്കുന്നു. സത്യമേവ ജയതേ വാസ് ടേക്കൺ ഫ്രം മുണ്ടകോപനിഷത്ത്. സത്യമേവ ജയതേ എന്ന് എഴുതി വെച്ചിരിക്കുകയാണ് സാരാനാഥിലുള്ള അശോക സ്തംഭത്തിലാണ് സത്യമേവ ജയതേ എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കേരള ഹൈക്കോടതിയിലും എഴുതി വെച്ചിട്ടുണ്ട് സത്യമേവ ജയതേ. അതുപോലെ പറയുകയാണെങ്കിൽ അതുപോലെ നമ്മുടെ ഇതിഹാസങ്ങൾ 2 ഇതിഹാസങ്ങൾ ഏതൊക്കെയാണ്? 2 എപ്പിക് ഏതൊക്കെയാണ്? മഹാഭാരത ആൻഡ് രാമായണ. രാമായണം എഴുതിയതാരാണ്? രാമായണ വാസ് റിട്ടൺ ബൈ വാൽമീകി. വാൽമീകി മഹർഷിയാണ്.
അതുപോലെ തന്നെ മഹാഭാരതം എഴുതിയത് ആരാണ്? മഹാഭാരതം എഴുതിയത് ആരാണ്? വേദവ്യാസനാണ്. ആരാണ്? വേദവ്യാസനാണ് മഹാഭാരതം എഴുതിയത്. മഹാഭാരത വാസ് റിട്ടൺ ബൈ വേദവ്യാസ. അതുപോലെ ഭഗവത്ഗീത എഴുതിയത് ആര്? ഭഗവത്ഗീത എഴുതിയ ആരാണ്? ഭഗവത്ഗീത എഴുതിയത് ആരാണ്? വേദവ്യാസനാണ്. ഭഗവത്ഗീത വാസ് റിട്ടൺ ബൈ വേദവ്യാസ. വേദവ്യാസനാണ് ഭഗവത്ഗീത എഴുതിയത്. ഭാഗവതം ശ്രീ മഹാഭാഗവതം എഴുതിയത് ആര്? ശ്രീ മഹാഭാഗവതം എഴുതിയതും ആര് തന്നെയാണ്? വേദവ്യാസനാണ്. ശ്രീ മഹാഭാഗവതം വാസ് റിട്ടൺ ബൈ വേദവ്യാസൻ. വേദവ്യാസനാണ് മഹാഭാഗവതം, ഭഗവത്ഗീത, മഹാഭാരതം ഒക്കെ എഴുതിയത് ആരാണ്? വേദവ്യാസനാണ്. ആരാണ്? വേദവ്യാസനാണ്. കമ്പരാമായണം എഴുതിയത് ആരാണ്? കമ്പരാമായണം എഴുതിയത് കമ്പറാണ്. കേട്ടോ, കമ്പരാമായണം വാസ് റിട്ടൺ ബൈ കമ്പർ. കമ്പരാമായണം വാസ് റിട്ടൺ ബൈ കമ്പർ. കമ്പറാണ് എന്തെഴുതിയത്? കമ്പരാമായണം എഴുതിയത്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഐതിഹ്യമാല എഴുതിയത് ആര്? ഐതിഹ്യമാല എഴുതിയത് ആരാണ്? കൊട്ടാരത്തിൽ ശങ്കുണ്ണി. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയാണ് ഐതിഹ്യമാല എഴുതിയത്. ഐതിഹ്യമാല വാസ് റിട്ടൺ ബൈ കൊട്ടാരത്തിൽ ശങ്കുണ്ണി. അതുപോലെ ശ്രീകൃഷ്ണ കർണാമൃതം എഴുതിയത് ആര്? ശ്രീകൃഷ്ണ കർണാമൃതം എഴുതിയാരാണ്? വില്ലുമംഗലം സ്വാമിയാരാണ്. ശ്രീകൃഷ്ണ കർണാമൃതം വാസ് റിട്ടൺ ബൈ വില്ലുമംഗലം സ്വാമിയാർ. ജ്ഞാനപ്പാന എഴുതിയത് ആര്? ജ്ഞാനപ്പാന എഴുതിയാരാണ്? ജ്ഞാനപ്പാന എഴുതിയാരാണ്? ഹൂ റോട്ട് ജ്ഞാനപ്പാന? ആൻസർ പൂന്താനം. പൂന്താനം നമ്പൂതിരിയാണ് ജ്ഞാനപ്പാന എഴുതിയത്. പൂന്താനം നമ്പൂതിരി വാസ് റിട്ടൺ ജ്ഞാനപ്പാന വാസ് റിട്ടൺ ബൈ പൂന്താനം നമ്പൂതിരി. പൂന്താനം നമ്പൂതിരിയാണ് ജ്ഞാനപ്പാന എഴുതിയത്. അതുപോലെ തന്നെ തമിഴ് ബൈബിൾ എന്നറിയപ്പെടുന്നു. തമിഴ് ബൈബിൾ എന്നറിയപ്പെടുന്ന എന്തിനെയാണ്? തിരുക്കുറൽ. തമിഴ് ബൈബിൾ എന്നറിയപ്പെടുന്നു തിരുക്കുറൽ. തിരുക്കുറൽ ഈസ് നോൺ ആസ് തമിഴ് ബൈബിൾ. തമിഴ് ബൈബിൾ എന്നറിയപ്പെടുന്നു തിരുക്കുറൽ. തിരുക്കുറൽ എഴുതിയത് ആരാണ്? തിരുവള്ളുവർ. തിരുക്കുറൽ വാസ് റിട്ടൺ ബൈ തിരുവള്ളുവർ. തിരുക്കുറൽ വാസ് റിട്ടൺ ബൈ തിരുവള്ളുവർ. തിരുവള്ളുവരുടെ പ്രതിമ എവിടെയാണ്? തിരുവള്ളുവരുടെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവള്ളുവരുടെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കന്യാകുമാരി. സ്റ്റാച്യു ഓഫ് തിരുവള്ളുവർ. ആൻസർ കന്യാകുമാരി. സ്റ്റാച്യു ഓഫ് തിരുവള്ളുവർ ലൊക്കേറ്റഡ് അറ്റ് കന്യാകുമാരി. കന്യാകുമാരിയിലാണ് തിരുവള്ളുവരുടെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ തമിഴ് ഇലിയടെന്നറിയപ്പെടുന്നു. തമിഴ് ഇലിയടെന്നറിയപ്പെടുന്ന എന്തിനെയാണ്? ചിലപ്പതികാരം. ചിലപ്പതികാരം ഈസ് നോൺ ആസ് തമിഴ് ഇലിയഡ്. ഒരു ചിലപ്പതികാരം എഴുതിയാരാണ്? ചിലപ്പതികാരം വാസ് റിട്ടൺ ബൈ ഇളങ്കോവടികൾ. ചിലപ്പതികാരം വാസ് റിട്ടൺ ബൈ ഇളങ്കോവടികൾ. ഇളങ്കോവടികളാണ് ചിലപ്പതികാരം എഴുതിയത്. അതുപോലെ തന്നെ ചിലപ്പതികാരത്തിലെ നായിക ആരാണ്? കണ്ണകിയാണ്. ഹീറോയിൻ ഓഫ് ചിലപ്പതികാരം. ആൻസർ കണ്ണകി. ഹീറോയിൻ ഓഫ് ചിലപ്പതികാരം. ആൻസർ കണ്ണകി. കണ്ണകി ക്ഷേത്രം. കണ്ണകി ടെമ്പിൾസ് ഓഫ് കേരള. കേരളത്തിലെ കണ്ണകി ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണ്? കൊടുങ്ങല്ലൂർ ടെമ്പിൾ, ആറ്റുകാൽ ദേവി ടെമ്പിൾ, മംഗളാദേവി ടെമ്പിൾ. കേട്ടോ, അപ്പോൾ കേരളത്തിലെ കണ്ണകി ക്ഷേത്രങ്ങളാണ് കൊടുങ്ങല്ലൂർ ദേവി ക്ഷേത്രം, കൊടുങ്ങല്ലൂർ ക്ഷേത്രം, ആറ്റുകാൽ ക്ഷേത്രം, മംഗളാദേവി ക്ഷേത്രം. ഇത് മൂന്നും കേരളത്തിലെ കണ്ണകി ക്ഷേത്രങ്ങളാണ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ വേദകാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നദി ഏതാണ്? വേദകാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്? സിന്ധുവാണ്, അല്ലെങ്കിൽ ദ ഇൻഡസ് ആണ്. ദ ഇൻഡസ് ഈസ് ദ മെയിൻ റിവർ ഓഫ് വേദിക് പീരീഡ്. അതുപോലെ തന്നെ വേദകാലഘട്ടത്തെ പ്രധാന വൃക്ഷം ഏതാണ്? ആൽവൃക്ഷമാണ്. ബനിയൻ ട്രീ ഈസ് ദ മെയിൻ ട്രീ ഓഫ് വേദിക് പീരീഡ്. വേദകാലഘട്ടത്തെ പ്രധാന വൃക്ഷം ഏതാണ്? ബനിയൻ ട്രീ, അല്ലെങ്കിൽ ആൽവൃക്ഷമാണ്. കേട്ടോ, ആൽവൃക്ഷമാണ് വേദകാലഘട്ടത്തെ പ്രധാനപ്പെട്ട വൃക്ഷം. അത് ഓർത്ത് വെച്ചോളുക. അപ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഈ ക്വസ്റ്റ്യൻസ് എന്നാണ് വളരെ യൂസ്ഫുൾ ആയ ക്വസ്റ്റ്യൻസ് ആണ്. പരീക്ഷ LLB എൻട്രൻസിനൊക്കെ ചോദിക്കാൻ സാധ്യത ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ തന്നെ ഹിന്ദുമതത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ഹിന്ദുമതത്തിൻ്റെ സ്ഥാപകൻ എന്ന് ചോദിച്ചാൽ ആര്യന്മാർ. കേട്ടോ, ഫൗണ്ടർ ഓഫ് ഹിന്ദുസം. ആൻസർ ആര്യൻസ്. അപ്പോൾ ഇസ്ലാം മതത്തിൻ്റെ സ്ഥാപകൻ ആരാണ്?
മുഹമ്മദ് നബിയാണ് കേട്ടോ. ക്രിസ്തു മതത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു ഒരു പേരിലറിയപ്പെടുന്നുണ്ട്, സത്യാഗ്രഹികളുടെ രാജകുമാരൻ. ജീസസ് ക്രൈസ്റ്റ് ഈസ് നോൺ ആസ് പ്രിൻസ് ഓഫ് സത്യാഗ്രഹി. സത്യാഗ്രഹികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ആരെയാണ്? യേശു ക്രിസ്തുവിനെയാണ്. അതുപോലെ തന്നെ ജൈനമത സ്ഥാപകൻ ആരാണ്? വർത്തമാന മഹാവീരനാണ്. സിഖ് മത സ്ഥാപകൻ ജൈനമത സ്ഥാപകൻ വർത്തമാന മഹാവീരൻ. ബുദ്ധമത സ്ഥാപകൻ ആരാണ്? ശ്രീബുദ്ധനാണ്. സിഖ് മത സ്ഥാപകൻ ആരാണ്? ഗുരു നാനാക്കാണ്. ഗുരു നാനാക്കാണ്. അപ്പോൾ നമ്മൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എന്താണ്? വളരെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ ഇന്നിവിടെ വന്നത് പുതിയകാവ് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ടാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എവർക്ക് ഉപകാരപ്പെടുന്നതാണ്. വീഡിയോ കാണുന്നവരൊക്കെ വീഡിയോ കാണുക. വീഡിയോ ആരും നിർബന്ധിക്കൊന്നുമില്ല. വീഡിയോ കാണുന്നവരൊക്കെ എന്ത് ചെയ്യുക? വീഡിയോ കാണുന്നത് തുടർച്ചയായിട്ട് കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ. കാരണം ഒരു വീഡിയോയിൽ പറയുന്നതിൻ്റെ ബാക്കിയാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ കാണുന്നവരൊക്കെ വീഡിയോ കാണുക.